18-ാം വയസ്സിൽ വിവാഹം. അല്പം പ്രായക്കൂടുതലുള്ള ഭർത്താവുമായി തുടക്കം മുതൽക്കേ പ്രശ്നങ്ങൾ. ഭർത്താവിന്റെ അമിത മദ്യപാനവും ഭാര്യയിലുള്ള സംശയവും കൂടിയായപ്പോൾ അവളുടെ ജീവിതം നരകതുല്യമായി. ഓരോ വഴക്കിന് ശേഷവും മാപ്പ് പറഞ്ഞും ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകിയും അയാൾ അവളെ ജീവിതത്തിലേക്ക് കൂട്ടി. ഒടുവിലേറെ പ്രതീക്ഷകളോടെയാണ് അവൾ ഭർത്താവിനൊപ്പം കടൽ കടന്നത്. എന്നാൽ അത് അവളുടെ ജീവിതത്തിന്റെ അന്ത്യമായിരുന്നു. അവിടെ അവളെ കാത്തിരുന്നത് ക്രൂര പീഡനങ്ങളാണ്. ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ട കൊല്ലം സ്വദേശിനി അതുല്യ നേരിട്ടിരുന്നത് കൊടും ക്രൂരതകളാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിനി അതുല്യയെ ഭർത്താവ് സതീഷ് ഉപദ്രവിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അതുല്യയെ കൊലപ്പെടുത്തുമെന്ന് പറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 10 വർഷം പീഡനം സഹിച്ചെന്ന് അതുല്യ പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. അതുല്യയുടെ കുടുംബമാണ് കൊല്ലം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ദൃശ്യങ്ങൾ സമർപ്പിച്ചത്. ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധന നടത്താൻ കോടതി നിർദ്ദേശിച്ചു. എന്റെ ദേഹത്ത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞാ ഞാൻ ഇവിടെ ബഹളം വയ്ക്കും. കൊന്ന് കൊല വിളിച്ചിട്ട് ഞാൻ ജയിലിൽ കിടക്കും. അതുല്യയെ ഭർത്താവ് സതീഷ് ശങ്കർ ഉപദ്രവിക്കുന്നതും ചീത്ത വിളിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ. അതുല്യയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മദ്യലഹരിയിലാണ് സതീഷ് സംസാരിക്കുന്നത്. ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ആരെ കാണിക്കാനുള്ള. എന്റെ ദേഹത്ത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞാ ഞാൻ ഇവിടെ ബഹളം വയ്ക്കും. നിന്നെ ഞാൻ എവിടെയും വിടില്ല. കുത്തിമലർത്തി ജയിലിൽ പോയി കിടക്കും. ഞാനില്ലാതെ നിനക്ക് ജീവിക്കാനാകില്ല. ജീവിക്കാൻ സമ്മതിക്കില്ല. കൊട്ടേഷൻ നൽകിയാണെങ്കിലും നിന്നെ കൊല്ലും. അതിന് എന്റെ 1 മാസത്തെ ശമ്പളം പോലും വേണ്ട എന്നും സതീഷ് പറയുന്നു. നിന്നെ വിടത്തില്ല. എന്റെ കൂടെ ജീവിക്കുവാന്ന് ജീവിക്കും, അല്ലെങ്കിൽ ഇതോടെ തീർന്നു. നീ ഷാർജയിലും പോകത്തില്ല. അത് ഞാനാ പറഞ്ഞത്. നീ ഇവിടുന്ന് പോകുന്നതിന് നീ ഇവിടുന്ന് പോയാലും എന്നെ കുത്തി കൊന്നിട്ടേ ഞാൻ അനങ്ങത്തുള്ളൂ. സതീഷ പറഞ്ഞു. നീ എവിടെ പോന? നീ എവിടെ പോകും? നീ എവിടെ നിന്നെ കൊന്ന് കൊല വിളിച്ചിട്ട് ഞാൻ ജയിലിൽ കിടക്കും. അല്ലെ എനിക്ക് ജയിലിൽ കിടക്കാൻ ഞാൻ സ്വയം തൃപ്തിച്ചത്. ഫോണിൽ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുവെന്ന് മനസ്സിലായ സതീഷ് അതുല്യക്കരികിലേക്ക് പാഞ്ഞു വരുന്നതും ഉപദ്രവിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ആരെ കാണിക്കാനാണ് ദൃശ്യങ്ങൾ പകർത്തുന്നതെന്ന് ഇയാൾ ചോദിക്കുന്നു. 10 വർഷമായി പീഡനം സഹിക്കുന്നുവെന്നും ഇനി സാധിക്കില്ലെന്നും പറയുമ്പോൾ സതീഷ് ക്രൂരമായി ഉപദ്രവിക്കുന്നതും അതുല്യ വേദന കൊണ്ട് അലറിക്കരയുന്നതും കേൾക്കാം. അതുല്യയുടെ കുടുംബമാണ് കൊല്ലം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ദൃശ്യങ്ങൾ സമർപ്പിച്ചത്. ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധന നടത്താൻ കോടതി നിർദ്ദേശിച്ചു. കഴിഞ്ഞ ജൂലൈ 19-നാണ് കൊല്ലം ചവറ തെക്കുംഭാഗം കോയിവിള സ്വദേശിനി അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്താവ് സതീഷിനെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു. സതീഷിന്റെ മാനസിക ശാരീരിക പീഡനമാണ് അതുല്യയുടെ ജീവനെടുത്തതെന്നാണ് കുടുംബത്തിന്റെ പരാതി. അതുല്യ കൊല്ലപ്പെട്ടതാണെന്നും കുടുംബം ആരോപിക്കുന്നു. മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസം ചില ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും അതുല്യ സഹോദരിക്ക് അയച്ചു നൽകിയിരുന്നു. ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. ഷാർജയിലെ സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയറായിരുന്ന സതീഷിനെ സംഭവത്തിനു പിന്നാലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. തുടർന്ന് ഷാർജയിൽ നിന്ന് നാട്ടിലെത്തിയ സതീഷിനെ വിമാനത്താവളത്തിൽ വെച്ച് വലിയതുറ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞതു മുതൽ ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നെന്നാണ് അതുല്യയുടെ ബന്ധുക്കൾ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി.
എന്റെ ദേഹത്ത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞാ ഞാൻ ഇവിടെ ബഹളം വെക്കും. കൊന്ന് കൊല വിളിച്ചിട്ട് ഞാൻ ജയിലിൽ കിടക്കും. ന്യൂസ് 18 കൊല്ലം. കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുകയാണോ? നിസാര കാരണങ്ങൾക്ക് പോലും ജീവനൊടുക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണം സമീപകാലത്ത് ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചതടക്കം ഇതിന് പല കാരണങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇടുക്കിയിലാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. വണ്ടിപ്പെരിയാറിൽ 14 വയസ്സുകാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വണ്ടിപ്പെരിയാർ ചൂരക്കുളം സ്വദേശി റോഷ്നിയാണ് മരിച്ചത്. മരണകാരണം വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. വണ്ടിപ്പെരിയാർ ചുരക്കുളം പുതുവയലിൽ താമസിക്കുന്ന രാജേഷ് രാജി ദമ്പതികളുടെ ഇളയ മകളാണ് രോഷ്നി. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് കുട്ടിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. തൊഴിലുറപ്പ് ജോലിക്ക് പോയിരുന്ന അമ്മ രാജി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം കണ്ടത്. തുടർന്ന് നാട്ടുകാരെ വിവരമറിയിക്കുകയും ചുരക്കുളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും മരണം സംഭവിച്ചിരുന്നു. രാജേഷ് ഈ സമയം ജോലി ആവശ്യങ്ങൾക്കായി വെളിയിൽ പോയിരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹം സംസ്കരിച്ചു. ആത്മഹത്യയാണെന്നാണ് പോലീസ് നിഗമനമെങ്കിലും ഇതിന്റെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിലുണ്ടായ സ്ഫോടനത്തിന്റെ നടുക്കത്തിൽ നിന്ന് നാട്ടുകാർ മോചിതരായിട്ടില്ല. ചാലാട് സ്വദേശി മുഹമ്മദ് അഷാം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. വൻതോതിൽ പടക്ക നിർമ്മാണം നടത്തുന്നതിനിടെയാണ് സ്ഫോടനമെന്നാണ് പോലീസ് ഭാഷ്യം. എന്നാൽ ഉത്സവകാലം അല്ലാഞ്ഞിട്ട് കൂടി ഉഗ്രശേഷിയുള്ള ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചത് എന്തിനെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. കേസിൽ പ്രതി അനൂപ് മാലിക്കിനെ കോടതി റിമാൻഡ് ചെയ്തു. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. ശനിയാഴ്ച പുലർച്ചെ 1:50 നാടിനെ നടുക്കിയ സ്ഫോടനം. ചാലാട് സ്വദേശി 54-കാരനായ മുഹമ്മദ് അഷാമിന്റെ മൃതദേഹം ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു. പ്രതി അനൂപ് മാലിക്കിന്റെ ഭാര്യ സഹോദരനാണ് ഇയാൾ. സ്ഫോടനത്തിൽ വീട് പൂർണ്ണമായി തകർന്നു. സമീപത്തെ 4 വീടുകൾക്കും കേടുപാടുണ്ട്. തകർന്ന വീട്ടിൽ നിന്ന് പൊട്ടാതെ കിടന്ന ഗുണ്ടുകളടക്കം കണ്ടെത്തിയിട്ടുണ്ട്. റിട്ടയർഡ് അധ്യാപകൻ കീഴറയിലെ ഗോവിന്ദന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ മുഹമ്മദ് അഷാം അടക്കം 2 പേരാണ് താമസിച്ചിരുന്നത്. അനൂപാണ് വീട് വാടകയ്ക്കെടുത്തതെന്ന് മനസ്സിലായതോടെയാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. കർണാടകയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അനൂപ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. കേസന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. സ്ഫോടക വസ്തുക്കൾ അനൂപ് ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. പവർ ലിഫ്റ്ററായ അനൂപ് മുൻപും സ്ഫോടന കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. 2016 കണ്ണൂർ പൊടിക്കുണ്ട രാജേന്ദ്രനഗർ കോളനിയിൽ അനൂപും കുടുംബവും താമസിച്ചിരുന്ന ഇരുനില വീട്ടിൽ സ്ഫോടനമുണ്ടായിരുന്നു. സ്ഫോടനത്തിൽ അനൂപ് മാലിക്കിന്റെ ഭാര്യ റാഹില, മകൾ ഹിബ, അയൽവാസികൾ എന്നിവർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. ഇരുനില വീട് പൂർണ്ണമായി തകർന്നിരുന്നു. കഥാകൃത്ത ടി പത്മനാഭന്റെ വീടടക്കം 40ഓളം വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചു. ഈ കേസിന്റെ വിചാരണ തലശ്ശേരി ജില്ലാ അഡീഷണൽ കോടതി പുരോഗമിക്കുകയാണ്. അനൂപ് മാലിക്കിനെതിരെ കണ്ണൂർ, വളവട്ടണം, മട്ടന്നൂർ പോലീസ് സ്റ്റേഷനുകളിലായി
5 കേസുകൾ നിലവിലുണ്ട്. 2009-ലും 2013-ലും വാടക വീട്ടിൽ അനധികൃതമായി പടക്കം ശേഖരിച്ചതിന് അനൂപിന്റെ പേരിൽ പോലീസ് കേസെടുത്തിരുന്നു. 8 വർഷം മുൻപ് ഓട്ടോറിക്ഷയിൽ സ്ഫോടക വസ്തുക്കളുമായി പോകുമ്പോൾ ഇയാൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. അനൂപ് സ്ഥിരം കുറ്റവാളിയാണെന്ന് മനസ്സിലായതോടെയാണ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നത്. സ്ഫോടനമുണ്ടായതിൽ ഏറെയും വെടിക്കെട്ടിന് ഉപയോഗിക്കുന്ന ഗുണ്ടാണെന്നാണ് പോലീസ് പറയുന്നത്. ഉത്സവങ്ങൾക്ക് വലിയ തോതിൽ പടക്കം എത്തിച്ചു നൽകുന്നയാളാണ് അനൂപ്. എന്നാൽ ഇപ്പോൾ ഉത്സവകാലം അല്ലെന്നിരിക്കെ പിന്നെന്തിന് ഇത്രയധികം പടക്കമുണ്ടാക്കിയെന്നത് ദുരൂഹതയുണർത്തുന്നു. ഇതെല്ലാം അന്വേഷണ പരിധിയിൽ വരും. ന്യൂസ് 18 കണ്ണൂർ. അമേരിക്ക തെരഞ്ഞിരുന്ന വൻ സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതി തിരുവനന്തപുരം വർക്കലയിൽ ഒളിവിൽ കഴിയവേ പിടിയിലായത് അടുത്തിടെയാണ്. ഇപ്പോഴിതാ തമിഴ്നാട്ടിൽ നിന്ന് ഒളിവിൽ കഴിയാൻ വർക്കലയിലെത്തിയ ക്രിമിനൽ സംഘം പിടിയിലായി. തമിഴ്നാട്ടിൽ പിടിച്ചുപറി, മോഷണം, വധശ്രമം അടക്കമുള്ള കേസുകളിൽ പ്രതികളായ 5 അംഗ സംഘത്തെയാണ് വർക്കല ടൂറിസം പോലീസ് പിടികൂടിയത്. ഇതിലൊരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. മധുരൈ ജയന്തിപുരം സ്വദേശികളായ മനോജ് കുമാർ, അരുൺ, മതിയഴകൻ, പ്രവീൺ കുമാർ എന്നിവരും പ്രായപൂർത്തിയാകാത്തയാളുമാണ് ടൂറിസം പോലീസിന്റെ പിടിയിലായത്. തമിഴ്നാട് പോലീസ് പിടികൂടുമെന്നായപ്പോൾ ഇവർ കേരളത്തിലേക്ക് കടക്കുകയായിരുന്നു. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇവർ രക്ഷപ്പെട്ട വിവരം മനസ്സിലാക്കിയ തമിഴ്നാട് പോലീസ് വിവരം കേരള പോലീസിന് കൈമാറി. പ്രതികൾ ട്രെയിൻ മാർഗം വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് വർക്കല ഡിവൈഎസ്പിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പാപനാശത്തെ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ടൂറിസം പോലീസ് പരിശോധന നടത്തിയാണ് പ്രതികളെ പിടികൂടിയത്. രാവിലെ മുറിയെടുത്തവരുടെ വിവരങ്ങൾ ശേഖരിച്ച പോലീസ് പ്രതികൾ താമസിച്ചിരുന്ന സ്വകാര്യ റിസോർട്ട് കണ്ടെത്തുകയും മുറികളിൽ കയറി പ്രതികളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയുമായിരുന്നു. ഇവരെ വർക്കല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. തുടർന്ന് പ്രതികളെ തമിഴ്നാട് പോലീസിന് കൈമാറി. വർക്കല പോലീസ് അറിയിച്ചതനുസരിച്ച് പ്രതികളെ പിന്തുടർന്നെത്തിയ തമിഴ്നാട് പോലീസ് സംഘവും വർക്കലയിൽ എത്തിയിരുന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള നിരവധി ക്രിമിനൽ സംഘങ്ങൾ വർക്കലയിലെ വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ച് റിസോർട്ടുകളിൽ തമ്പടിക്കുന്നുണ്ട് എന്നുള്ള വിവരം പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് 18 ആറ്റിങ്ങൽ. സമീപകാലത്ത് നമ്മൾ ഏറ്റവും അധികം ഭീഷണി നേരിടുന്നത് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളിൽ നിന്നാണ്. വലിയ അധ്വാനമൊന്നും കൂടാതെ തന്നെ മണിക്കൂറുകൾ കൊണ്ട് കോടികളാണ് സൈബർ മാഫിയകൾ തട്ടിയെടുക്കുന്നത്. പോലീസും ബാങ്ക് അധികൃതരുമൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകാറുണ്ടെങ്കിലും തട്ടിപ്പിന് ഇരകളാകുന്നവരുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. രാജ്യത്ത് തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് ഏറ്റവും അധികം തുക തട്ടിയെടുത്ത കേസും കേരളത്തിലാണെന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. കൊച്ചി സ്വദേശിയായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയിൽ നിന്ന് ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ 25 കോടി രൂപയാണ് തട്ടിയെടുത്തത്. കേരളത്തിൽ പലയിടത്തും ഓഫീസുള്ള കൊച്ചി സ്വദേശിയായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയ്ക്കാണ് ഓൺലൈൻ ഇടപാട് വഴി 25 കോടി രൂപ നഷ്ടമായത്. രാജ്യത്ത് തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് ഏറ്റവും വലിയ തുക തട്ടിയെടുത്ത കേസാണിതെന്നാണ് വിവരം. വ്യാജ ട്രേഡിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിച്ച് 4 മാസം കൊണ്ടാണ് പണം തട്ടിയെടുത്തത്. വർഷങ്ങളായി ട്രേഡിംഗ് നടത്തി പരിചയമുള്ളയാളാണ് പരാതിക്കാരൻ. 2 വർഷം മുൻപാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആദ്യം നിക്ഷേപിച്ച തുകയ്ക്ക് ഇരട്ടി ലാഭം കാണിച്ചുകൊണ്ട് തട്ടിപ്പുകാർ വിശ്വാസം നേടി. പിന്നീട് പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വ്യാജ ആപ്പാണെന്ന് തിരിച്ചറിയുന്നത്. കഴിഞ്ഞ 1 മാസമായി പണം പിൻവലിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഓരോ കാരണം പറഞ്ഞ് തീയതി നീട്ടി നൽകിയതോടെ സംശയം വർദ്ധിച്ചു. ഒടുവിൽ തട്ടിപ്പ് ബോധ്യമായതോടെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. തുടർന്നാണ് സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്.
വിദേശിയാണ് ഈ ട്രേഡിംഗ് ആപ്പ് നിയന്ത്രിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പണം ഏതെങ്കിലും അക്കൗണ്ടിൽ എത്തുന്നത് തടയാനുള്ള നടപടികൾ ആരംഭിച്ചതായി സൈബർ പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഒഡീഷയിൽ നിന്നുള്ള നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി പോലീസ് പട്രോൾ പോകുന്നത്. 21-കാരിയെ ഓടുന്ന വാനിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്ത് റോഡിൽ തള്ളി. ജോലി വാഗ്ദാനം ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയി 6 പേർ ചേർന്നാണ് യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തത്. ഉഡാല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. കേസിൽ 2 പ്രതികളെ കസ്റ്റഡിയിലെടുത്തതായും ബാക്കി പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. ഉഡാല ബാലാസോർ റോഡിൽ വെച്ച് വെള്ളിയാഴ്ച വൈകിട്ട് 6-നും 7-നും ഇടയിലാണ് യുവതി ക്രൂരതയ്ക്കിരയായത്. കേസിലെ പ്രതികളെല്ലാം സാറാത്ത് സ്വദേശികളാണ്. പ്രതികളിൽ 2 പേരെ യുവതിക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു. ഈ വർഷം ആദ്യം ഒരാഘോഷ പരിപാടിക്കിടെയാണ് യുവതി ഇവരെ പരിചയപ്പെട്ടത്. പരസ്പരം മൊബൈൽ നമ്പറുകളും കൈമാറി. പിന്നാലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ശരിയാക്കി നൽകാമെന്ന് ഇവർ ഉറപ്പു നൽകി. ജോലിയുടെ ആവശ്യത്തിനെന്ന് പറഞ്ഞ് വാഹനത്തിൽ കൊണ്ടുപോയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. ഓടുന്ന വാനിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്ത ശേഷം യുവതിയെ റോഡിൽ തള്ളുകയായിരുന്നു. യുവതി തന്നെയാണ് അമ്മയെ ഫോൺ വിളിച്ച് വിവരമറിയിച്ചത്. തുടർന്ന് അമ്മയെത്തിയ യുവതിയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോവുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. സംഭവത്തിൽ 6 പേരാണ് പ്രതികൾ. ഇതിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തതായും ബാക്കി പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഒഡീഷ. മലപ്പുറം കൊണ്ടോട്ടിയിൽ പോക്സോ കേസെടുത്ത് 2 മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധമുയർത്തി ജനകീയ കൂട്ടായ്മ. LP സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകൻ കൊണ്ടോട്ടി കുന്നത്തുപറമ്പ് അബൂബക്കർ സിദ്ദിഖിനെതിരെയാണ് പരാതി. പ്രതിയെ പിടികൂടാത്തതിനെതിരെ മുഖ്യമന്ത്രിക്കും വിവിധ വകുപ്പുകളിലും പരാതി നൽകി ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കൂട്ടായ്മ. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ LP സ്കൂൾ മുൻ ഹെഡ്മാസ്റ്ററായ കൊണ്ടോട്ടി കുന്നത്തുപറമ്പ് അബൂബക്കർ സിദ്ദിഖിനെതിരെയാണ് പരാതി. ഇയാൾ പ്രധാനാധ്യാപകനായുള്ള അവസരത്തിൽ രാവിലെ സ്കൂളിൽ വരുന്ന സമയത്ത് കുട്ടിയെ ശാരീരികമായി ദുരുപയോഗം ചെയ്തുവെന്നാണ് ആക്ഷേപം. വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത കേസിൽ അബൂബക്കർ സിദ്ദിഖിനെതിരെ പോക്സോ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഇയാൾ പ്രധാനാധ്യാപകനായി പ്രവർത്തിച്ച 2022 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഈ വിദ്യാർത്ഥിനി ഈ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്താണ് അതിക്രമങ്ങൾ നടന്നതെന്നാണ് ആക്ഷേപം. പോലീസുമായി നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം വരുമ്പോൾ തന്നെ പോലീസ് പറഞ്ഞ് നമ്മളെല്ലാ രീതിയിലും അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു സംസാരം മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷെ പോലീസ് എന്ത് ചെയ്തു എന്നുള്ളത് ഇതുവരെ 2 മാസമായിട്ട് ജനങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം നടത്തുന്നുണ്ട്, പ്രത്യേക സ്കൂൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട് എന്നല്ലാതെ ഈ പ്രദേശത്തുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കോ ആശങ്ക മാറുന്നതിന് ഒരു കൃത്യമായ പരിഹാരം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനെതിരെ ഇവിടെ പൊതുജനങ്ങളെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിലാണ് മറ്റുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. നിലവിൽ സ്കൂളിൽ നടന്ന കൗൺസിലിംഗിലാണ് സംഭവം പുറത്തായത്. ഇത് പുറത്തു പറയുകയാണെങ്കിൽ പിതാവിനെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നതായും പരാതിയുണ്ട്. മറ്റു പല വിദ്യാർത്ഥിനികൾക്കും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് അറിവ്. സിദ്ദിഖിനെതിരെ ഇതിനു മുമ്പും സമാന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അന്ന് സ്കൂൾ മാനേജ്മെന്റ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തെങ്കിലും പിന്നീട് ഇരയുടെ കുടുംബം രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ മാപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ജോലിയിൽ തിരിച്ചെടുത്തത്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രതിയെ പിടികൂടാൻ തെരച്ചിൽ തുടരുകയാണെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 മലപ്പുറം. മത്സരയോട്ടം മൂലമുള്ള അപകടങ്ങൾ നിരവധി ജീവനെടുത്തിട്ടും പലരും പാഠം പഠിക്കുന്നില്ല.
തിരുവനന്തപുരം കഴക്കൂട്ടത്ത് മത്സരയോട്ടത്തിനിടെ ദേശീയപാതയുടെ എലിവേറ്റഡ് ഹൈവേയുടെ തൂണിലേക്ക് കാർ ഇടിച്ചു കയറി ഡ്രൈവർ മരിച്ചതാണ് ഒടുവിലത്തെ സംഭവം. കാറിലുണ്ടായിരുന്ന 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അമിത വേഗതയിൽ വന്ന കാർ നിയന്ത്രണം വിട്ട് തൂണിലേക്ക് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട കാറും മറ്റൊരു കാറും ബൈക്കും തമ്മിലായിരുന്നു മത്സരയോട്ടം. ബാലരാമപുരം സ്വദേശി ഷിബിനാണ് മരിച്ചത്. ഗതാഗത നിയമലംഘനങ്ങളുടെ പറുദീസയാണ് കഴക്കൂട്ടം ദേശീയപാത. രാത്രിയും പകലും ബൈക്കിലും കാറിലുമുള്ള മത്സരയോട്ടം ഇവിടെ പതിവാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നടന്ന മത്സരയോട്ടമാണ് അപകടത്തിലേക്കും യുവാവിന്റെ മരണത്തിലേക്കും നയിച്ചത്. ശനിയാഴ്ച രാത്രി 11:30യോടെയാണ് അപകടം നടന്നത്. 2 കാറുകളും ബൈക്കും തമ്മിലായിരുന്നു മത്സരയോട്ടം. തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് കഴക്കൂട്ടത്തേക്ക് വരുന്ന ഭാഗത്തെ എലിവേറ്റഡ് ഹൈവേയുടെ താഴത്തെ ഡിവൈഡറിൽ ഇടിച്ച കാറ് തൂണിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മറ്റ് 2 വാഹനങ്ങളിലുള്ളവർ ഉടൻ തന്നെ സ്ഥലം വിട്ടു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. എഞ്ചിൻ ഭാഗങ്ങളടക്കം റോഡിൽ ചിന്നിച്ചിതറി കിടക്കുകയായിരുന്നു. നാട്ടുകാരും പോലീസും ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷിബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ പരിക്കേറ്റ 2 യുവതികളുടെ നില ഗുരുതരമായി തുടരുകയാണ്. അപകടത്തെ തുടർന്ന് കഴക്കൂട്ടം ഭാഗത്ത് ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായിരുന്നു. ഈ ഭാഗത്തെ ഗതാഗത നിയമലംഘനങ്ങളിൽ പോലീസ് ഇടപെടൽ ശക്തമാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. സ്വന്തം ജീവനും റോഡിലെ മറ്റ് ജീവനുകൾക്കും വിലവയ്ക്കാത്ത ഇത്തരം പ്രവർത്തികൾക്ക് പോലീസ് കൂച്ചുവിലങ്ങിട്ടേ മതിയാകൂ. ന്യൂസ് 18 തിരുവനന്തപുരം. പൊതുനിരത്തുകളിൽ ഉണ്ടാകുന്ന ചെറിയ തർക്കങ്ങൾ പോലും വലിയ ആക്രമണങ്ങൾക്ക് വഴിയൊരുക്കാറുണ്ട്. തൃശൂർ ചേലക്കരയിൽ പഞ്ചായത്ത് അംഗത്തിന് മർദ്ദനമേറ്റതും റോഡിലുണ്ടായ തർക്കത്തെ തുടർന്നാണ്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പറും CPM നേതാവുമായ ശശിധരനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പറും CPM നേതാവുമായ ശശിധരനെ മർദ്ദിച്ചതായാണ് പരാതി. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശശിധരനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ വല്ലങ്ങിപ്പറ സ്വദേശികളായ രതീഷ്, ശ്രീദത്ത് എന്നിവർക്കെതിരെ ചേലക്കര പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. വെങ്ങനല്ലൂർ ഭാഗത്തുകൂടി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു വാർഡ് മെമ്പർ ശശിധരൻ. ഇതിനിടെ എതിർദിശയിൽ വന്ന രതീഷും ശ്രീദത്തും വേഗത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചെന്ന് ആരോപിച്ച് ശശിധരനുമായി വാക്കുതർക്കമുണ്ടായി. തർക്കം രൂക്ഷമായതോടെ ഇരുവരും ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. നിലത്ത് വീണ ശശിധരന്റെ തുടയെല്ലിന് പൊട്ടലേറ്റിട്ടുണ്ട്. പ്രതികളായ രതീഷ്, ശ്രീദത്ത് എന്നിവർ ഒളിവിലാണെന്നും ഇവർക്കായി തെരച്ചിൽ ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തൃശൂർ. അമ്മയെ ഫോണിലൂടെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്ത യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. പത്തനംതിട്ട കോന്നി അരുവാപ്പുലം അക്കരക്കാലപ്പടി സ്വദേശി കലേഷിനെയാണ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ പ്രതി ബിജു സാമുവലിനെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ആക്രമണത്തിൽ പരിക്കേറ്റ കലേഷ് കോന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ മാസം 26-ന് ഉച്ചയ്ക്കാണ് അരുവാപ്പുലത്ത് വെച്ച പ്രതി ബിജു സാമുവൽ കലേഷിനെ ആക്രമിക്കുന്നത്. കലേഷിന്റെ മാതാവിനെ ബിജു സാമുവൽ ഫോണിലൂടെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണം. ഇരുവരും തമ്മിലുള്ള വാക്കേറ്റത്തിനിടയിൽ പ്രതി അരയിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കലേഷിന്റെ കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിൽ കലേഷിന്റെ വലതു കൈത്തണ്ടയിലും കഴുത്തിലും പരുക്കേറ്റു. വീണ്ടും ആക്രമിക്കാൻ മുതിർന്നതോടെ ഓടി രക്ഷപ്പെട്ട കലേഷ് കോന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി.
സംഭവശേഷം സമീപത്തെ വനമേഖലയിൽ ഒളിവിൽ കഴിഞ്ഞ ബിജു സാമുവലിനെ കലേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പിടികൂടിയത്. ന്യൂസ് 18 പത്തനംതിട്ട. മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കണ്ടാലറിയുന്ന 5 പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് പോലീസ്. മർദ്ദനത്തിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൊട്ടേഷനാണെന്നാണ് മറുനാടൻ മലയാളിയുടെ ആരോപണം. എന്നാൽ ഇത് ശരിയല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് മുഖ്യപ്രതിയെന്ന് പോലീസ് കരുതുന്ന തൊടുപുഴ സ്വദേശി മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. അതിനിടെ മർദ്ദന ദൃശ്യങ്ങളും പുറത്തുവന്നു. മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനമേറ്റതിന് പിന്നിൽ CPMന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കൊട്ടേഷൻ എന്നാണ് മറുനാടൻ മലയാളിയുടെ അവകാശവാദം. എന്നാൽ ഭാര്യയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെതിരെ അപവാദ വാർത്ത പ്രചരിപ്പിച്ചതാണ് പ്രകോപന കാരണമെന്നാണ് സൂചന. മർദ്ദിച്ചു എന്ന് പോലീസ് കരുതുന്ന തൊടുപുഴ സ്വദേശി മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: തന്നതിൽ കുറവുണ്ട്, ക്ഷമിക്കുക. ഈ നാട്ടിൽ ഇനിയും കാലുകുത്തുന്ന സമയം ഉചിതമായ തീരുമാനമെടുക്കാം. ആനപ്പക എന്ന് കേട്ടിട്ടുണ്ടോ എന്നും കുറിപ്പിലുണ്ട്. പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇങ്ങനെയാണ്: തൊടുപുഴയിൽ ഒരു കല്യാണ ചടങ്ങിൽ വെച്ച് ഷാജനെ മാത്യൂസ് കണ്ടു. ഇയാൾ ഷാജന്റെ കാറിനെ പിന്തുടർന്നു. മങ്ങാട്ട് കവലയിൽ കാർ നിർത്തിയപ്പോൾ ഷാജന്റെ കാറിന് അടുത്തെത്തി വാക്കേറ്റമുണ്ടായി. തുടർന്ന് മുഖത്തിടിച്ചു. ഈ സമയം മങ്ങാട്ട് കവലയിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മർദ്ദനമേറ്റത് ഷാജൻ സ്കറിയയ്ക്കാണെന്ന് അറിഞ്ഞതോടെ നാട്ടുകാർ ഇതിൽ ഇടപെടാനോ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ തയ്യാറായില്ല. പിന്നീട് പോലീസ് എത്തിയാണ് ഷാജൻ സ്കറിയയെ ആശുപത്രിയിൽ എത്തിച്ചത്. ആക്രമണത്തിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. സംഘം ചേർന്ന് ആക്രമിക്കൽ, മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തി. ന്യൂസ് 18 തൊടുപുഴ. മൂന്നാറിൽ റിസോർട്ടിൽ മോഷണം. വിനോദസഞ്ചാരത്തിനെത്തിയ തമിഴ്നാട് സ്വദേശിയായ യുവാവിന്റെ ATM കാർഡും ലാപ്ടോപ്പും മൊബൈൽ ഫോണും അടക്കം നഷ്ടപ്പെട്ടു. ATM കാർഡ് ഉപയോഗിച്ച് 1.8 ലക്ഷം രൂപയും പ്രതി പിൻവലിച്ചിട്ടുണ്ട്. മോഷ്ടാവിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി ജാഫറിന്റെ സാധനങ്ങളാണ് നഷ്ടപ്പെട്ടത്. പള്ളിവാസൽ മൂലക്കടയിൽ റിസോർട്ടിലാണ് ഇയാൾ താമസിച്ചിരുന്നത്. ഇവിടെ സാധനങ്ങൾ വെച്ച് ആറ്റുകാട് വെള്ളച്ചാട്ടം കാണാൻ പോയി തിരികെ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ATM കാർഡും ലാപ്ടോപ്പും മൊബൈൽ ഫോണുമാണ് കവർന്നത്. റിസോർട്ടിന്റെ പൂട്ട് തകർത്ത് അകത്തു കടന്നാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ എടുത്തത്. പിന്നീട് ATM ഉപയോഗിച്ച് മോഷ്ടാവ് പണവും പിൻവലിച്ചു. സംഭവത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പണം പിൻവലിച്ച ATM കൗണ്ടറിലെ CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിക്കാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരത്ത് KSRTC ബസ്സിൽ യാത്രക്കാരിയുടെ 20 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായി പരാതി. പോത്തൻകോട് വാവരമ്പലം SS മൻസിലിൽ ഷമീന ബീവിയുടെ ബാഗിലുണ്ടായിരുന്ന സ്വർണമാണ് കവർന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. നെടുമങ്ങാട് പനവൂർ ആറ്റിൻപുറത്തുള്ള മരുമകളുടെ വീട്ടിൽ പോയി തിരികെ വരികയായിരുന്നു ഷമീന ബീവി. വെഞ്ഞാറമൂട് നിന്ന് KSRTC ബസ്സിൽ പോത്തൻകോട് ഇറങ്ങി പച്ചക്കറി കടയിൽ കയറി സാധനം വാങ്ങാൻ വാഗ് തുറക്കുമ്പോഴാണ് സ്വർണം നഷ്ടമായ വിവരം അറിയുന്നത്.
6 വള, 1 നെക്ലേസ്, 2 ജോഡി കമ്മൽ, 5 മോതിരം എന്നിവയാണ് നഷ്ടപ്പെട്ടതെന്ന് ഷമീന ബീവി നൽകിയ പരാതിയിൽ പറയുന്നു. ഹാൻഡ് ബാഗിനുള്ളിൽ ചെറിയ പേഴ്സിനകത്ത് ചെറിയ ബോക്സിനുള്ളിലാണ് സ്വർണം സൂക്ഷിച്ചിരുന്നത്. ബാഗിന്റെയും ചെറിയ പേഴ്സിന്റെയും സിബ് തുറന്നാണ് സ്വർണം കവർന്നത്. എവിടെ വെച്ചാണ് മോഷണമെന്ന് വ്യക്തമല്ല. നെടുമങ്ങാട്, വെഞ്ഞാറമൂട്, പോത്തൻകോട് പോലീസ് സ്റ്റേഷനുകളിൽ ഇവർ പരാതി നൽകി. പോത്തൻകോട് പോലീസ് ഷമീന ബീവിയുടെ വീട്ടിലെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് അന്വേഷണം ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ച് ബസ്സുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതിന്റെ മറപിടിച്ചാണ് മോഷണം. വെള്ളിയാഴ്ച KSRTC ബസ്സിൽ പോത്തൻകോട് വന്നിറങ്ങിയ ആളുടെ 90,000 രൂപ നഷ്ടമായിരുന്നു. ഈ സംഭവത്തിലും പോത്തൻകോട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പോത്തൻകോട്. സംസ്ഥാനത്തേക്ക് രാസലഹരി ഒഴുകുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന 145 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ തിരുവനന്തപുരം കള്ളിക്കാട് പിടിയിലായി. കൊല്ലം പുതിയകാവിൽ മൊബൈൽ കടയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന യുവാവും MDMA-യുമായി പിടിയിലായിട്ടുണ്ട്. പാലക്കാട് എടത്തനാട്ടുകരയിൽ MDMA-യുമായി 2 യുവാക്കളെ ഡാൻസ് ഓഫ് സംഘം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം കള്ളിക്കാട് ജംഗ്ഷന് സമീപമുള്ള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് ആനാട് സ്വദേശി ഗോകുൽ, പാലോട് സ്വദേശി കിരൺജിത്ത് എന്നിവർ പിടിയിലായത്. ഇവരിൽ നിന്ന് 145 ഗ്രാം MDMA കണ്ടെത്തി. ഇവർ വന്ന പൾസർ ബൈക്ക് പുലർച്ചെ തിരുവനന്തപുരം റൂറൽ ഡാൻസ് ഓഫ് ടീമും നെയ്യാർ ഡാം പോലീസും ചേർന്ന് തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. പ്രതികൾ ബംഗളൂരുവിൽ നിന്നാണ് MDMA കൊണ്ടുവന്നത്. വിൽപ്പന ലക്ഷ്യമിട്ടായിരുന്നു ഇതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കൊല്ലം പുതിയകാവ് പുന്നക്കുളം സ്വദേശി മുഹമ്മദ് റാഫി 54 ഗ്രാം MDMA-യുമായാണ് പിടിയിലായത്. MDMA കടത്താൻ ഉപയോഗിച്ച ആഡംബര വാഹനവും പിടിച്ചെടുത്തു. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഡാൻസ് ഓഫ് ടീമും കരുനാഗപ്പള്ളി പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കരുനാഗപ്പള്ളി ആലുംകടവിന് കിഴക്കുവശം 3-ാം മൂട്ടിൽ മൊബൈൽ ഷോപ്പ് നടത്തി വന്നിരുന്ന പ്രതി മൊബൈൽ വിൽപ്പനയുടെ മറവിലായിരുന്നു MDMA വിൽപ്പന നടത്തി വന്നിരുന്നതെന്നും പോലീസ് കണ്ടെത്തി. ഇയാൾ മുൻപും സമാനമായ കേസിൽ പ്രതിയായിട്ടുണ്ടെന്നാണ് സൂചന. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 13 ഗ്രാം MDMA-യുമായാണ് 2 യുവാക്കൾ പാലക്കാട് എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറത്ത് അറസ്റ്റിലായത്. എടത്തനാട്ടുകര സ്വദേശി മുഹമ്മദ് ഷമീൽ, മലപ്പുറം വെട്ടത്തൂർ സ്വദേശി മുഹമ്മദ് റാഷിദ് എന്നിവരാണ് പിടിയിലായത്. നാട്ടുകൽ പോലീസും സബ് ഇൻസ്പെക്ടർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. നെയ്യാറ്റിൻകരയിൽ വേദന സംഹാര മയക്കുമരുന്ന് ഗുളികകളുമായി യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. ബംഗളൂരുവിൽ നിന്ന് സ്വകാര്യ ബസ്സിലെത്തിയ പശ്ചിമബംഗാൾ സ്വദേശി റൂയൽ ഇസ്ലാമാണ് പിടിയിലായത്. യുവാവിന്റെ ബാഗിൽ നിന്ന് നിരോധിക്കപ്പെട്ട ട്രമഡോൾ അടങ്ങിയ 467 ഗ്രാം ഗുളികകൾ കണ്ടെത്തി. തൃശൂർ പട്ടിക്കാട് മർദ്ദനത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. പട്ടിക്കാട് സ്വദേശി 42 വയസ്സുള്ള പ്രമോദാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്തിന്റെ ഓട്ടോറിക്ഷ ഇയാൾ എടുത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. തൃശൂർ പഴഞ്ഞി മങ്ങാട് മളോർക്കടവിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടി പരിക്കേൽപ്പിച്ചു. മങ്ങാട് സ്വദേശി കുറുമ്പൂർ വീട്ടിൽ മിഥുനാണ് വെട്ടേറ്റത്. സംഭവത്തിൽ മങ്ങാട് സ്വദേശികളായ ഗൗതം, വിഷ്ണു, രാകേഷ്, അരുൺ എന്നിവരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി. ന്യൂ ബ്ലോക്കിന്റെ പിൻവശത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു മൊബൈൽ ഫോൺ. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിനു ശേഷം പലതവണ ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടിയിട്ടുണ്ട്. പത്തനംതിട്ട തിരുവല്ല നിരണത്ത് നിന്ന് 2 മക്കൾക്കൊപ്പം കാണാതായ യുവതിയുടെ ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാണാതായ നിരണം സ്വദേശിനി റീനയുടെ ഭർത്താവ്
കവിയൂർ ഞാലിക്കണ്ടം സ്വദേശി അനീഷ് മാത്യു ആണ് മരിച്ചത്. കവിയൂരിലെ കുടുംബ വീട്ടിൽ വൈകിട്ട് 4:30യോടെയാണ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റീനയെയും 2 മക്കളെയും കാണാതായി 2 ആഴ്ച തികയുന്നതിനിടെയാണ് അനീഷിന്റെ മരണം. പോലീസിൽ നിന്നുള്ള മാനസിക പീഡനമാണ് ആത്മഹത്യക്കിടയാക്കിയതെന്നാണ് അനീഷിന്റെ ബന്ധുക്കളുടെ ആരോപണം. തിരോധാന കേസിൽ അനീഷിനെ പോലീസ് ചോദ്യം ചെയ്യലിനായി ദിവസവും വിളിപ്പിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. അനീഷും റീനയും തമ്മിൽ നേരത്തെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ബന്ധുക്കൾ ഇടപെട്ട് പരിഹരിച്ചിരുന്നതായാണ് പറയുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.